ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നല്ല മൊരിഞ്ഞ ഉഗ്രൻ ടേസ്റ്റുള്ള പരിപ്പട ഉണ്ടാക്കിയാലോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലത്തെ എല്ലാ ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്താൽ നമുക്ക് വൈകുന്നേരം ചായക്ക് ഒരുമിച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പട എൻജോയ് ചെയ്യാം. അപ്പോൾ വെൽക്കം ടു dpurpleplatters. നമ്മുടെ വടയുടെ ക്രിസ്പിനെസ് ഞാൻ കേൾപ്പിച്ചുതരാം. കേട്ടില്ലേ? സൂപ്പർ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി പരിപ്പട ഉണ്ടാക്കാൻ നമുക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഷോപ്പിലൊക്കെ വടപ്പരിപ്പ് എന്ന് പറഞ്ഞ് കിട്ടും. അതും എടുക്കാം. തൂവർ പരിപ്പ് കിട്ടും, നമ്മൾ സാമ്പാറിൽ ഇടുന്ന പരിപ്പ്, അതും എടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ കടലപ്പരിപ്പ്. ഞാൻ ഇവിടെ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് പരിപ്പട ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ 3 പരിപ്പും കൂടി മിക്സ് ചെയ്തെടുത്തപ്പോൾ ഒരു 250-300 ഗ്രാം ഉണ്ടാവും കേട്ടോ ഈ പരിപ്പ്. ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് 2-3 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളെ പരിപ്പൊന്ന് അവിടെ കിടന്ന് കുറച്ചേരം ഒന്ന് വെള്ളം കുടിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് പരിപ്പടയുടെ മസാല റെഡിയാക്കി എടുക്കാം. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ചെറിയ ഉള്ളി ആണ് കേട്ടോ. 8-10 ചെറിയ ഉള്ളി എടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു വലിയ സവാള എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു 5-6 പച്ചമുളക്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 ഉണക്കമുളക്, വറ്റൽമുളകൊന്നും പറയും കേട്ടോ ഇതിനെ. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പേസ്റ്റ് ആക്കരുത് കേട്ടോ, എന്ന് വെച്ചാൽ നമ്മൾ പരിപ്പട കടിക്കുമ്പോണ്ടല്ലോ ഇതെല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമുക്ക് വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിനെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില പൊട്ടിച്ചിട്ട് കൊടുക്കാം. പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ, അങ്ങനെ ഇട്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടോ നമ്മളുടെ പരിപ്പൊക്കെ നന്നായി വെള്ളം കുടിച്ച് വീർത്ത് വന്നിട്ടുണ്ട്. ഈ പരിപ്പിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് പരിപ്പിനെ ഒരു കോട്ടൺ തുണിയിൽ നമുക്ക് വിരിച്ചെടുക്കാം. ഈ കോട്ടൺ ടവലിലേക്ക് ഇട്ട് കൊടുത്താലുള്ള ഗുണം എന്താണെന്നറിയോ? ഈ നമ്മളെ പരിപ്പിലെ വെള്ളമൊക്കെ അത് നന്നായി സോക്ക് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളുടെ പരിപ്പിൽ ഒട്ടും മോയ്സ്ചർ ഉണ്ടാവില്ല. മോയ്സ്ചർ ഇല്ലെങ്കിൽ നമ്മളെ പരിപ്പട നല്ല ക്രിസ്പിയായി കിട്ടും. കൂട്ടം കൂടി ഇടാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ഇടണം കേട്ടോ. ഇനി ഇത് നമുക്ക് 2-3 ടീസ്പൂൺ പരിപ്പെടുത്ത് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ലാസ്റ്റിൽ ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതൊരു 10 മിനിറ്റ് നമ്മൾ ഈ കോട്ടൺ ടവലിൽ വെച്ചപ്പോൾ നമ്മളെ പരിപ്പൊക്കെ നന്നായി ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ മിക്സിയിലെ ജാറിലേക്ക് കുറച്ചായി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ബാച്ചസ് ആയിട്ട് ഇടണം കേട്ടോ, എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടാൽ കറക്റ്റായിട്ട് ചതഞ്ഞ് കിട്ടില്ല. നേരത്തെ നമ്മൾ മസാലയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പേസ്റ്റ് ആക്കരുത് കേട്ടോ, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇത് നോക്കിയേ, ഇതാണ് കേട്ടോ ടെക്സ്ചർ. ഇത് നമ്മളെ കയ്യിലൊന്നും എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാണ്ടല്ലോ ഒരു ഷേപ്പായിട്ട് ഫോം ആവണം. അതിന് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്കിതിനെ റൗണ്ടോ റെക്ടാങ്കിളോ സ്ക്വയറോ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ള പരിപ്പിനെ നമുക്കിങ്ങനെ ബാച്ചസ് ആയിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുടെ കൂടെ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല 2 ടീസ്പൂൺ പരിപ്പ് നേരത്തെ ചതക്കുന്നതിന് മുമ്പ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഈ പെരിഞ്ജീരകം ഞാൻ മിക്ക ആൾക്കാരും ചേർക്കണം കണ്ടിട്ടില്ല കേട്ടോ, പക്ഷേ ഇതൊന്നും ചേർത്താണ്ടല്ലോ നമ്മളെ പരിപ്പൊടിക്ക് നല്ല ഉഗ്രൻ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. സ്പൂണോടൊന്നും വെച്ച് മിക്സ് ചെയ്താൽ ശരിയാവില്ല കേട്ടോ, കറക്റ്റായിട്ട് എല്ലായിടത്തും ഈ മസാല ഒന്നും പിടിക്കില്ല. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ പറ്റിയതിന് ശേഷം നമ്മൾ ഈ മിക്സറിന് കുറച്ചൊരു പോർഷൻ എടുത്തിട്ട് അതിനെ ഉരുളയാക്കി എടുക്കാം. റൗണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മളുടെ കൈയിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ പാമ്പുണ്ടല്ലോ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അതിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെർഫെക്റ്റ് പരിപ്പടയുടെ ഷേപ്പ് കിട്ടും. കണ്ടില്ലേ ഇതുപോലെ. നമ്മൾ യൂഷ്വലി പരിപ്പട നടുക്ക് സെൻറ്ററിൽ നിന്ന് നല്ല കട്ടി ഉണ്ടാവും, സൈഡിൽ നിന്ന് കുറച്ച് കനം കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ഞാൻ ഒരെണ്ണം കൂടി ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ പരിപ്പട ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കി വെക്കേണ്ട കേട്ടോ, ഓരോന്നായിട്ട് ഡയറക്റ്റ് തന്നെ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മൾ സ്ഥിരം പറയണ പോലെ പ്ലീസ് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓളാക്കി വെക്കുക. പിന്നെ ഈ പരിപ്പട ഉണ്ടാക്കാൻ നേരത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം കേട്ടോ. ഇനി നമുക്ക് പരിപ്പട ഉണ്ടാക്കാൻ എണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടായെന്ന് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ കുറച്ച് മാവ് എടുത്ത് എണ്ണയിലേക്ക് ഇട്ടത്. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഇതൊന്ന് പൊങ്ങി വരും. അതിൻ്റെ അർത്ഥം നമ്മളുടെ എണ്ണ ചൂടായെന്ന്. ഇനി നമ്മളുടെ പരിപ്പട ഓരോന്നായി ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നമ്മളുടെ കയ്യിലുണ്ടല്ലോ അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണയുടെ ചൂട് ഒരു മീഡിയം ആക്കി വെക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മളുടെ പരിപ്പടയുടെ മോൾ ഭാഗം നല്ല കളറായി കിട്ടും, പക്ഷേ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ ലൈറ്റ് ബ്രൗൺ ആക്കി വറുത്തെടുക്കാം. അപ്പോൾ നമ്മളുടെ പരിപ്പട എണ്ണ കുടിക്കാണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല സൂപ്പർ ബ്രൗൺ കളറായി കിട്ടും. 2 സൈഡും നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് അതിനൊരു പേപ്പർ ടവലിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളുടെ പരിപ്പട എല്ലാം വറുത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ക്രിസ്പിനെസ് ഇപ്പം നല്ല ചൂടാണ്. നേരത്തെ കേൾക്കാത്തവർ ഇപ്പോൾ കേട്ടോളൂ. കേട്ടില്ലേ? ഇനി ഞാൻ ഇതൊന്ന് കഴിച്ചും കാണിച്ചു തരാം.
അപ്പോൾ കേട്ടില്ലേ, നല്ല ക്രിസ്പിയായ മൊരിഞ്ഞ ചൂടോടെ കഴിക്കാൻ പറ്റിയ പരിപ്പുവട. അപ്പോൾ ഇന്നോ നാളെയോ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. ഞാനിത് കഴിച്ച് തീർക്കണേ മുമ്പ് ഇവിടെ ഉള്ളവർക്കൊന്ന് കൊടുത്തു വരട്ടെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോസും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.